ഈവനിങ് ഉണ്ട്, ഒരു മോർണിംഗ് ഉണ്ട്. എല്ലാവരുടെയും ജീവിതത്തിലൊരു അപ്പും ഉണ്ട്, ഒരു ലോവർ ലൈഫും ഉണ്ട്. മനസ്സിലായി? ഈവനിങ് ആൻഡ് മോർണിംഗ് 4-ാം ദിവസം. അതാണ് അവരുടെ വേ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഇതുണ്ട്. പിന്നെ അത് മിസ്റ്റിക്കൽ കബാല വേ പോകുമ്പോൾ സണ്ണിനെ അവർ ടിഫേരത്ത് ബ്യൂട്ടിയായിട്ട് കാണുന്നുണ്ട്. മൂണിനെ അവർ മൽക്കൂത്ത് കിങ്ഡമായിട്ട് കാണുന്നുണ്ട്. സ്റ്റാർസിനെ ഇൻഡിവിജ്വൽ വ്യക്തികളായിട്ട്, അതിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ ആൾക്കാരായിട്ട് തന്നെ മോശ, അബ്രാം, ദൈവം ഓരോരുത്തരെയും അവർക്ക് ഓരോ കാലഘട്ടങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഇതുകളും പിന്നെ അതിൻ്റെ റൂൾസും റെഗുലേഷൻസും സെപ്പറേഷൻസും സീസൺസും ഒക്കെ ആയിട്ടുള്ള രീതിയിലാണ് കബാലയും പോകുന്നത്. ജൂയിഷ് ആൾക്കാർ അവർ യഹൂദന്മാർ അവരുടെ തോറയാണ് മെയിനായിട്ട്. ടെമ്പിളാണ്, പക്ഷേ ടെമ്പിൾ ഇല്ലാത്തപ്പോൾ തോറ. മനസ്സിലായി? അതാണ് അവർ മെയിനായിട്ട് കൺസിഡർ ചെയ്ത് വരുന്നത്. എന്നാൽ നമ്മൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഒന്ന് സണ്ണെന്ന് പറയുന്നത് ക്രിസ്തുവാണ്, വെളിച്ചം. മനസ്സിലാവും? ദൈവം വെളിച്ചം, ഗാഡ് ഈസ് ലൈറ്റ് ആയിട്ട് വന്നു നമ്മൾ 1-ാം ദിവസം പഠിച്ചു. അപ്പോൾ ക്രിസ്തുവാണ് ഗ്രേറ്റർ ലൈറ്റ്. രണ്ടാമത്തെ മൂൺ ലെസർ ലൈറ്റായിട്ട് വരുന്നത് സഭയായിട്ടാണ് വരുന്നത്. സഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫിസിക്കൽ സഭയല്ല, ഹോൾ സഭ, ക്രിസ്തുവിൻ്റെ സഭ, മണവാട്ടിയാകുന്ന സഭയായിട്ടാണ് അത് ലെസർ ലൈറ്റായിട്ട്. സ്റ്റാർസ് എന്ന് പറയുന്നത് ഓരോ അപ്പോസ്തലന്മാരായിട്ട് നമുക്ക് തന്നെ നമ്മുടെ ബുക്കുകൾ, പുതിയ നിയമ പുസ്തകങ്ങൾ ഓരോ സ്റ്റാർസായിട്ട് വന്നിരിക്കുന്നു. ആ സയൻസും സീസണുമായിട്ട് വന്നിരിക്കുന്നത് മുൻമഴ, പിന്മഴ, അത് വന്നിരിക്കുന്നത് സ്പിരിച്വൽ ആ ഒരു സീസണിങ് ടൈം നമ്മുടെ ഓരോ ആൾക്കാരെ, അത് ഈ പുതിയ നിയമത്തിൽ കൂടെ ഓരോ ഇതും, അതേപോലെ റൂൾസും ഉണ്ട്, സെപ്പറേഷൻസും ഉണ്ട്. അതെല്ലാ കാലത്തും ഈ ഒരു കാര്യം നമുക്ക് ഒരിടത്തും പറയാൻ പറ്റത്തില്ല. ഞാൻ റൂൾസ് അറിയാം, എന്തോ സെപ്പറേഷൻസ്, വിശുദ്ധിയും വേർപാടും, ഈ 2 കാര്യം എവിടെ പറഞ്ഞാലും അടിയുണ്ടാവും. കാരണം പല ആൾക്കാർക്ക് പണ്ടൊരു പറഞ്ഞിട്ടുണ്ട്, 2 യഹൂദന്മാരുള്ളിടത്ത് 3 അഭിപ്രായമാണ്. ഇപ്പോൾ അതേപോലെ നമ്മുടെ ഇത് വന്നേക്കുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻ. വിശുദ്ധിയും വേർപാടും പറയുമ്പം എല്ലാവർക്കും ഡിഫറെൻ്റ് ഒപ്പീനിയനാണ്. ഓക്കെ, അതേപോലെ സഭയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൻ്റെ അകത്തുനിന്ന് ഒരു വീഡിയോ കണ്ടേ. അപ്പോൾ കുറേ പേര് ഡിബേറ്റ് ചെയ്യുന്നതാണ്. ഈ ഡിബേറ്റ് എന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം ഇടുന്നതിനെ പറ്റി, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ ഫെസ്റ്റിവലിന്, ക്രിസ്മസ് പോലുള്ള ആഘോഷങ്ങളും സ്വർണ്ണം ഇടുന്നതിനെ പറ്റി, മീശ വയ്ക്കുന്നതിനെ പറ്റി, അങ്ങനെ ഓരോ വസ്ത്രധാരണത്തെ പറ്റിയൊക്കെയുള്ള ഇതാണ്. അപ്പം ഇതെല്ലാം ഞാനിത് കേട്ടുകൊണ്ടിരുന്നു. ഞാൻ വേറെ കാര്യങ്ങൾ തപ്പിപ്പോയപ്പം അതിൻ്റെ കൂട്ടത്തിൽ ചാടിക്കയറി വന്നു. അപ്പോൾ കുറച്ച് നേരം അത് കാണാനിടയായി. കണ്ടപ്പം ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ആൾക്കാർ അതിനെ സപ്പോർട്ടിങ്, കുറച്ച് ആൾക്കാർ അതിന് എഗനസ്റ്റായിട്ടും വന്നിങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ പറയുക, അവരുടെ ഒപ്പീനിയൻസ് പറഞ്ഞിട്ട്. ഇവരുടെ ഏറ്റവും കൂടുതൽ രസകരമായിട്ട് തോന്നിയത് ഇവരുടെ റീസൺസാണ് ഇത് ചെയ്യുന്നതിനുള്ളത്. എനിക്ക് കേട്ടപ്പോൾ എനിക്കത് സങ്കടവും വന്നു, ദേഷ്യവും വന്നു, ചിരിയും വന്നു. ഓക്കെ, അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതും പറഞ്ഞു കേട്ടിട്ടും ഉള്ളതായിരിക്കും. ഇപ്പം ഇന്നത്തെ സഭകളിൽ മിക്കവാറും ചർച്ചകളിലൊക്കെ ഒരു സെയിം പാസ്റ്റർ, ആ പാസ്റ്ററിൻ്റെ കീഴിലുള്ള ചർച്ച അത്. എന്നാൽ പഴയ കാലത്ത് അങ്ങനെയല്ല, ഇവിടെ മാറി വരുന്നതുകൊണ്ട്. അപ്പോൾ പഴയ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഓരോ സഭയിലും 3 കൊല്ലം അല്ല 4 കൊല്ലം ഒരു പാസ്റ്റർ ഇരിക്കും. അത് കഴിഞ്ഞ് പോയിട്ട് പുതിയ പാസ്റ്റർ വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഈ പുതിയൊരു ദൈവദാസൻ വരുമ്പം ആദ്യത്തെ ഒരു 3-4 മാസം കഴിയുമ്പോൾ ആ ചർച്ചിൻ്റെ ഏകദേശമൊക്കെ ഒരു ഐഡിയ ആ ദേവദാസനെ പിടികിട്ടും. അന്നേരം ആ ദേവദാസൻ എന്ത് കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാത്തിരിപ്പ് യോഗം നടത്തും. ശനിയാഴ്ച ഇപ്പം നടക്കുന്ന പോലുള്ള കാത്തിരിപ്പ്, ശനിയാഴ്ച നടക്കുന്ന കാത്തിരിപ്പ്, ശനിയാഴ്ച കാത്തിരിപ്പ് യോഗമുണ്ട്. അതുകൂടാതെ ഒരു 3 ദിവസത്തെ കാത്തിരിപ്പ് യോഗം, ഉപവാസ പ്രാർത്ഥന, ഇതൊക്കെയായിട്ട് ഒരു 2-3
4 പ്രാവശ്യമൊക്കെ അങ്ങോട്ട് നടന്നു. ഇതങ്ങോട്ട് നടന്നു. എന്നിട്ട് മാങ്ങാനം ജോസഫ് അതേപോലുള്ള പാസ്റ്റർമാരെ ഇങ്ങോട്ട് വരുത്തി. ഇത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആ ആ ചർച്ചിലുള്ള എന്താ ഒരു നല്ലതായിട്ട് ശരിക്ക് ഉഴുത് മറിച്ച് ആത്മാവിൻ്റെ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എല്ലാവരും നിറഞ്ഞ് ഞാൻ മുൻമഴ പെയ്യിച്ച് ആ എന്താ ഉണങ്ങിക്കിടക്കുന്ന എല്ലാ മണ്ണും ഒന്ന് ഉഴുത് മറിച്ച് ഏത് വലിയ കെടാത്ത ഉടയാത്ത കട്ടയായാലും അതൊന്ന് ഉടച്ച് ശരിയാക്കി ഇത് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ എം വി ചാക്കോ സാറും കാനോച്ചനപ്പച്ചനെ പോലുള്ള വെച്ച് കൺവെൻഷനോ അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡിയോ നടത്തി നല്ല വിത്തുകൾ അങ്ങോട്ട് പാകി തരും. അപ്പം ഈ ഏത് ഗുണപ്പെടാത്തവനും അല്ലെങ്കിൽ ഏത് രക്ഷിക്കപ്പെടാത്തവനും ആ ചർച്ചിലുണ്ടെങ്കിലും ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും രക്ഷിക്കപ്പെടും, വീണ്ടും ജനത്തിൻ്റെ അനുഭവം പ്രാപിക്കും. അപ്പം ഈ റീബർത്തിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച നോക്കിക്കൊണ്ടിരുന്നപ്പം ഒരു ദേവദാസൻ പറഞ്ഞ അനുഭവത്തെ പറ്റിയായിരുന്നു. അപ്പം ഈ ഒരു കൺവെൻഷൻസൊക്കെ അങ്ങോട്ട് നടന്നു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാവരും രക്ഷിക്കപ്പെടും, എല്ലാവരും വേണ്ടിക്കാനും. ആ ദേവദാസൻ പറഞ്ഞിങ്ങനെ, പണ്ടൊക്കെ ഓരോ സഹോദരന്മാരെ തമ്മിൽ കാണുമ്പം വീണ്ടും ജനിച്ച പുതിയതായിട്ട് ഒരാളെ കാണുമ്പം വീണ്ടും ജനിക്കപ്പെട്ടാകുന്നു ആദ്യത്തെ ചോദ്യം. ഇന്നത് പറഞ്ഞ് അടിയും കിട്ടും. അപ്പം അങ്ങനത്തെ രീതിയിലായിരുന്നു അന്നത്തെ കാലത്തൊക്കെ. അപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനത്തെയൊക്കെയാണ്. ആദ്യം ഒന്ന് ഉഴുതു മറിച്ച് പിന്നെ നല്ല വിത്ത് അങ്ങോട്ട് വചനത്തിൻ്റെ നല്ല വിത്ത് അങ്ങോട്ട് പാകിയിട്ട് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഏത് രക്ഷിക്കപ്പെടാത്തവരും രക്ഷിക്കപ്പെടും. പിന്നെ അങ്ങും ഇങ്ങോട്ടോ ഒന്നേ കാണത്തുള്ളൂ, അത് വലിയ പ്രശ്നമാകത്തില്ല. കാരണം മോസ്റ്റ്ലി ഇതായപ്പോഴത്തേക്ക് കട്ടയെല്ലാം ഉടഞ്ഞ് നല്ല ശരിക്കും ആത്മീയശക്തിയിൽ നിറഞ്ഞ് ഒരു ഇതാകുമ്പോഴത്തേക്ക് മറ്റുള്ളവർ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല, അവരും താന്നിരുന്നോളും. മനസ്സിലായോ? അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ടൊക്കത്തെ ഞാൻ ഒത്തിരിയും പ്രാവശ്യം ഞാനിതൊക്കെ കണ്ടിട്ടുമുണ്ട്, എൻ്റെ കണ്ണാലെ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുമുണ്ട്. ഇതൊക്കെയായിരുന്നു പണ്ട് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഓരോരുത്തർ രക്ഷിക്കപ്പെടുന്നത്. ഇപ്പം ഞാൻ പണ്ട് ന്യൂയോർക്ക് വെച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരു ചർച്ചിലെ ഒരു അങ്കിള് ഇതേപോലെക്കായിരുന്നു. വിഗ് ഉണ്ടായിരുന്നു, മീശ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. വൺസ് വീണ്ടും ജനിച്ചപ്പം വിഗും മാറ്റി ആരും പറഞ്ഞില്ല. അതിന് മുമ്പേ പലരും പറഞ്ഞ് ഗതികെട്ട് മടുത്തു പോയ സമയങ്ങളിൽ ഇത് ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഇടപെടൽ ജീവിതത്തിൽ വന്നപ്പം വിഗും മാറി, മീശയും മാറി, സകലതും മാറി, എല്ലാം മാറി. മീശ അന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൗരുഷത്തിൻ്റെ ആയിരുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ ആ പൗരുഷം എല്ലാം എടുത്ത് കളഞ്ഞു. മനസ്സിലായോ? ദൈവത്തിൻ്റെ നാമത്തിൽ അകമയുള്ള മനുഷ്യൻ ജനിച്ചപ്പം പുറമേ ഉള്ളതെല്ലാം പോകാൻ തുടങ്ങി. ഇതായിരുന്നു ഒരു വീണ്ടും ജനത്തിൻ്റെ അനുഭവം അന്നത്തെ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഡിബേറ്റ് കണ്ടപ്പം അവർ പറയുന്ന ഓരോ റീസൺ കേട്ടപ്പോൾ എൻ്റെ ദൈവമേ, ഞങ്ങളിത് ചെയ്യത്തില്ല. പക്ഷേ അത് ഇപ്പോൾ എൻ്റെ അമ്മച്ചിക്കൊക്കെ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പം നാണംകേടാ, നീ ബന്ധക്കോസിൽ പോയേണ്ട, അതുകൊണ്ട് ഒരു സ്വർണ്ണം ഇടാൻ വേണ്ടി ഇച്ചിരി വേണം. അമ്മച്ചിയൊക്കെ പറയും ചത്താലും ഞാൻ ഇടത്തില്ല, ഇങ്ങനെ കാണുന്നെങ്കിൽ മാത്രം കണ്ടാൽ മതി എന്നൊക്കെ ഉള്ള രീതിയിലായിരുന്നു അമ്മച്ചിമാരുടെയൊക്കെ സ്റ്റൈല്. പക്ഷേങ്കിൽ ഈ ദേവദാസന്മാരാണോ എന്ന് എനിക്കറിയില്ല, കുറേ പേര് അവർ പറയുന്നത് ഞങ്ങൾക്ക് സ്വർണ്ണം തന്നേക്ക് ഞങ്ങളത് വിറ്റിട്ട് പാവങ്ങൾ കൊടുത്തേക്കാം എന്നുള്ള ഒരു മനോഭാവത്തിൽ റീസൺസ് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് സങ്കടം വന്നു പോകും. അത്രയുള്ള ഒരു റീസൺസാണ്. അപ്പം ഇത് പറയാൻ വന്നതെന്ന് കഴിഞ്ഞാൽ ഒരു മനസ്സിലായി, ഒരു സഭയുടെ സഭയല്ല, ഒരു അന്നത്തെ കാലങ്ങളിലെ സഭ ഉണ്ടായ അപ്പം ഒത്തിരിയും ഇന്നത്തെ കാലത്തൊക്കെ പറഞ്ഞാൽ അതേപോലെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പല ആൾക്കാരെ ജോലിയും തിരക്കുമൊക്കെ കാരണം കൂടാൻ പറ്റാത്തതൊക്കെ ആയി ഒത്തിരിയും വിഷമിച്ചും സങ്കടപ്പെട്ടുമൊക്കെ വന്നിരിക്കുന്ന സമയങ്ങളിൽ ഓരോ കുത്തു മെസ്സേജുകളും അല്ലെ ഓരോ ഇങ്ങനത്തെ ഇതേപോലെയുള്ള ഫാസ്റ്റ് ഫുഡ് കൈൻഡ് ഓഫ് നല്ല ലൈക്ക് ഹോംലി മീൽ കൊടുക്കാതെ, നല്ല വചനമാകുന്ന പാൽ കൊടുക്കാതെ, ഇത് ഫാസ്റ്റ് ഫുഡ് പോലുള്ള ഇത് കൊടുത്ത് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്ന ഓരോ കുത്തുവാക്കുകളായാലും
ഗ്രൂപ്പ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞിരുന്ന് വഴക്കുണ്ടാക്കുന്നു. ഇതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ഒത്തിരി ആൾക്കാരോട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പം അവരുടെ ഓരോ അഭിപ്രായം കേൾക്കുമ്പം അവർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു ആശ്വാസത്തിനായിട്ടാണ് ചർച്ചിൽ ചെല്ലുന്നത്. പക്ഷേ മോസ്റ്റ് ലൈക്ക്ലി ചർച്ചിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല എന്നൊക്കെയുള്ള രീതി പറയുന്നത് കേൾക്കാറുണ്ട്. തെറ്റിദ്ധരിക്കരുത്, എൻ്റെ ചർച്ചിനെ ഞാൻ ഈ പബ്ലിക്കായിട്ട് ഇത് വെച്ച് ഒരിക്കലും പറയത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പുതിയ വ്യാഖ്യാനമായിട്ട് വരരുത് എൻ്റെ ഇതാണ്. പക്ഷേ ഞാൻ ഓരോ വ്യക്തികളായിട്ട് സംസാരിച്ച കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ കൊള്ളട്ടെ. ഇപ്പം എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി ഭാഗങ്ങൾ